സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യം. ഇടുക്കുവാതിലൂടെ കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അതു കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. നാശത്തിലേക്ക് പോകുന്ന വഴി വീതിയുള്ളതും വഴി വിശാലവും ആകുന്നു. വിശാലമാണ്, അതിൽ കൂടി കടക്കുന്നവർ അനേകരുണ്ട്. ഇടുക്കുവാതിലൂടെ കടക്കുക, അത് ജീവങ്കലേക്ക് പോകുന്ന വഴിയാണ്. ആ വഴി ഞെരുക്കമുള്ളതാണ്. അതിൽ കൂടി കടക്കുന്നവർ കുറച്ചു പേരേയുള്ളൂ. ഒരുപാട് ആളുകൾ ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണോ ശരിയാണോ? കോടിക്കണക്കിന് ആളുകൾ ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണോ ശരിയാണോ? കോടിക്കണക്കിന് ആളുകൾ ചെയ്തതുകൊണ്ട്, എല്ലാവരും ചെയ്തതുകൊണ്ട് തെറ്റ് ശരിയാകുമോ? മുയലിന് 3 കാലുണ്ടെന്ന് നാട്ടിലുള്ള എല്ലാവരും പറയുകയാണെങ്കിൽ മുയലിന് എത്ര കാലുകളുണ്ട്? 3 കാലെന്ന് പറഞ്ഞാലും മുയലിന് 4 കാലുകളുണ്ട്. ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നത് അനേകം ആളുകൾക്ക് ഈസി ആയിരിക്കുകയാണ്. ഇന്ന് അനേകർ കൂട്ടം കൂട്ടമായിട്ട് ക്രിസ്തീയ മീറ്റിങ്ങുകൾക്ക് വേണ്ടി വരുന്നു, കർത്താവിനെ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ വ്യക്തമായി ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അവരിൽ അനേകം ആളുകളും യഥാർത്ഥമായ ഭക്തിയുള്ളവർ അല്ല. അമ്മയും അപ്പനും വിശ്വസിച്ചു, അതുകൊണ്ട് ഞാനും വിശ്വസിക്കുന്നു. യേശുവിൽ വിശ്വസിച്ചാൽ രോഗം പോകുമെന്ന് പറയുന്നു, അനുഗ്രഹം കിട്ടുമെന്ന് പറയുന്നു, ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് പറയുന്നു, അവിടെ നല്ലതാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് കർത്താവിലേക്ക് വരുന്നു. കർത്താവിലേക്ക് വന്ന ശേഷം ചെറിയ ഒരു പ്രശ്നം ഉണ്ടായാൽ, ചെറിയ ഒരു കഷ്ടത വന്നാൽ, ചെറിയൊരു ദുഃഖം വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? എന്തു പറ്റുന്നു? പിന്മാറിപ്പോകുന്നു, വീണു പോകാനിടയാകുന്നു. സത്യത്തിൽ ദൈവമില്ല, യേശു ദൈവമല്ല. നീ തന്നെ വന്നു, നീ തന്നെ യേശുവിൽ വിശ്വസിച്ചു, ആൺകുട്ടി വേണമെന്ന് പറഞ്ഞു, പെൺകുട്ടി ജനിച്ചു, ദൈവമില്ലെന്ന് പറയുന്നു. പരീക്ഷ പാസ്സാക്കണമെന്ന് പറഞ്ഞു, പരീക്ഷ എഴുതിയിട്ട് പരാജയപ്പെട്ടു പോയി. സത്യത്തിൽ യേശുക്രിസ്തു ഉണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഫെയിലായി പോയി? യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്നു. നോക്കുക, നമ്മുടെ ഭക്തി നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചുള്ളതല്ല. ഇത് ഇടുക്കമുള്ള മാർഗമാണ്. ഇതിൽ കൂടി കടക്കുന്നവർ കുറച്ചു പേരെയുള്ളൂ. യേശുക്രിസ്തുവിന് വേണ്ടി ഭക്തിയോടെ ജീവിക്കുക എന്നത് ബുദ്ധിമുട്ടാണോ എളുപ്പമാണോ? പറയൂ. ഇനി എന്തിനാണ് കഷ്ടതയുടെ വഴി നിങ്ങൾ തിരഞ്ഞെടുത്തത്? ഇപ്പോൾ കഷ്ടതയുണ്ട്. യേശുവിലേക്കുള്ള മാർഗം ഇങ്ങനെ എടുക്കുമുള്ളതാണ്. അവനോട് ചേർന്നത് നടന്ന് നടന്ന് നടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്വർഗരാജ്യത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വിശാലമായ ആനന്ദമുള്ള രാജ്യത്തിൽ നമ്മെ ആക്കി വയ്ക്കുന്നു. പാപത്തിലേക്ക് പോകുന്ന വഴി വിശാലമായിരിക്കുന്നു. പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതവസാനം ഇടുങ്ങിപ്പോയി രക്ഷപ്പെടുവാൻ കഴിയാത്തവണ്ണം അഗ്നി നരകത്തിലേക്ക് നാം വീണു പോകാൻ ഇടയാകും. മനുഷ്യർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കടം വാങ്ങുന്നവരെ നോക്കുക. കടം വാങ്ങിയിട്ട് ചിലവഴിക്കാമെന്ന് വിചാരിക്കുന്നു. കടം വാങ്ങി സുഖമായി ജീവിക്കുവാൻ ആഗ്രഹിക്കും. കടം വാങ്ങി ആഡംബരങ്ങൾ കാണിക്കാൻ തുടങ്ങും. ആഡംബരങ്ങൾ കാണിക്കും, നല്ലവണ്ണം തിന്നുകയും കുടിക്കുകയും ചെയ്യും, അതുമെല്ലാം വാങ്ങിച്ചു കൂട്ടും. കടം വാങ്ങിച്ചിട്ട് വീട് വയ്ക്കും, കാർ വാങ്ങും, എല്ലാം ഉണ്ടെന്ന് പറയും. അതിൻ്റെ ഫലം എപ്പോഴാണ് മനസ്സിലാകുന്നത്? ഒരു 2-3 മാസമൊക്കെ കഴിയുമ്പോൾ കടമുണ്ടായിരുന്നത് 10 ലക്ഷം ഉണ്ടായിരുന്നത് എത്രയാകും? പലിശയെല്ലാം കൂടെ ചേർന്ന് 30 ലക്ഷമാകും, അല്ലെങ്കിൽ 20 ലക്ഷമാകും. അപ്പോൾ ദുഃഖിക്കാനിടയാകും. അയ്യോ, ഉണ്ടായിരുന്ന ഭവനം പോലും പോയിരിക്കുന്നു. അങ്ങനെയാണ് മനുഷ്യർ ഈ ലോകത്തിൽ താൽക്കാലികമായ സുഖങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നു. അവസാനം പരിപൂർണമായ രക്ഷയുടെ അനുഭവം പ്രാപിക്കുവാൻ കഴിയുന്നില്ല. അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ഇടുക്കമുള്ള വാതിലിൽ കൂടി കടക്കുക. ആരെങ്കിലും എന്നെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനൊരു കാർ വാങ്ങിയിട്ട് എൻ്റെ പിന്നാലെ വരുമെന്നാണ് പറഞ്ഞത്. അവനൊരു വീടുണ്ടാക്കിയിട്ട്
എനിക്കും ഒരു റൂം അവിടെ പണിയാനെന്ന് പറഞ്ഞോ. പിന്നെ എന്താണ് അവൻ പറഞ്ഞത്? ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ത്യജിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ തന്നെത്താൻ ഉപേക്ഷിച്ചിട്ട്. ഇംഗ്ലീഷിൽ ഡിനൈ എന്നാണ് പറയുന്നത്. തമിഴിലാണെങ്കിൽ വെരുത്തി എന്ന് പറയും. അതായത് താൻ ഒന്നുമില്ല ഏതുമില്ല എന്ന് വിചാരിക്കുന്നത്. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും എന്നെ അനുഗമിക്കണം. എപ്പോഴാണ്? ഞായറാഴ്ച ഭക്തിയല്ല ഇത്. ദിവസവും 1 മണിക്കൂറത്തേക്കുള്ള ഭക്തിയല്ല ഇത്. എപ്പോഴാണ്? നീ ഇരിക്കുമ്പോഴും, നീ എഴുന്നേൽക്കുമ്പോഴും, നീ നടക്കുമ്പോഴും, നീ കിടക്കുമ്പോഴും. അതെല്ലാം എനിക്കറിയാം. നീ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ദിവസം എത്ര സ്ഥലത്ത് എവിടെല്ലാം ഇരുന്നെന്നറിയാമോ? നിങ്ങൾക്കറിയില്ല, എന്നാൽ ദൈവത്തിനതറിയാം. ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നോ? ദൂരസ്ഥനായ ദൈവവുമല്ലയോ? ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ? നമുക്ക് ദൈവത്തെ പറ്റിക്കാൻ കഴിയില്ല. നാം ദൈവത്തോടൊപ്പം നടക്കണം. അനുദിനവും അവനോടൊപ്പം നടക്കണം. നാം അന്ധകാരത്തിലായിരുന്നാലും അവിടെ ദൈവത്തിന് നമ്മെ കാണാൻ കഴിയും. ആകാശത്തിൽ പോയാൽ അവൻ അവിടെയുണ്ട്. പാതാളത്തിൽ പോയാൽ അവൻ അവിടെയുണ്ട്. അവനെ ഒളിച്ച്, അവന്റെ സന്നിധിയിൽ നിന്ന് എങ്ങോട്ട് നമുക്ക് അവനെ ഒളിച്ചു പോകാൻ കഴിയും? യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനി ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട് വീട്ടിലാണെങ്കിലും, കൃഷിസ്ഥലത്താണെങ്കിലും, സഭയിലാണെങ്കിലും, വഴിയിൽ ആണെങ്കിലും, ജോലിസ്ഥലത്താണെങ്കിലും, വിശ്വാസികളുടെ നടുവിലാണെങ്കിലും, അവിശ്വാസികളുടെ മധ്യത്താണെങ്കിലും തന്റെ വിശുദ്ധിയെ കാത്തുസൂക്ഷിക്കുവാൻ കഴിയും. അവൻ കാത്തുസൂക്ഷിക്കും. പോത്തിഫറിന്റെ ഭാര്യ യോസെഫിന്റെ മേൽ കണ്ണുവെച്ചു. അവൻ സുമുഖനാണെന്നൊക്കെ പറഞ്ഞ് അവന്റെ പിന്നാലെ നടന്നിട്ട് വീട്ടിൽ ആരും ഇല്ലാതിരിക്കുമ്പോൾ പണിക്കാരെയെല്ലാം പറഞ്ഞുവിടാനിടയായി. യജമാനൻ മറ്റൊരു സ്ഥലത്ത് പോയിരിക്കുന്നു, ഇപ്പോൾ നമ്മെ കാണുവാൻ ഇവിടെ ആരുമില്ല, എന്നോടൊപ്പം ശയിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ നിന്നെ അധികാരിയാക്കി മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ യോസെഫ് എന്താണ് പറഞ്ഞത്? എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങൾ എൻ്റെ അമ്മയ്ക്ക് തുല്യമാണ്. മനുഷ്യർ ആരും കണ്ടില്ല എങ്കിലും ഇത്ര ക്രൂരമായ ദുഷ്കാര്യത്തെ, ഇത്ര നീചമായ കാര്യത്തെ എനിക്ക് എങ്ങനെ എൻ്റെ ദൈവത്തിന് മുൻപിൽ ചെയ്യുവാൻ കഴിയും? ആരാണ് കാണുന്നത്? ദൈവം കാണുന്നുണ്ട്. അവനെ മറഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവൻ അറിയാതെ നമുക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ഒരു യഥാർത്ഥമായ ക്രിസ്ത്യാനി ദൈവത്തെ ഭയപ്പെടുവാനിടയാകും. ആരെ ഭയപ്പെടും? ദൈവത്തെ ഭയപ്പെടാനിടയാകും. മനുഷ്യർ കണ്ടാലും കണ്ടില്ല എങ്കിലും ഒരുപോലെ തന്നെ ജീവിക്കും. ദൈവ ഇഷ്ടം പോലെ ജീവിക്കും. ഇങ്ങനെയുള്ള ക്രിസ്ത്യാനികളെ ഇന്ന് ആവശ്യമാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതായ ആളുകൾ, ദിവസവും അവന്റെ വചനം വായിക്കുന്നവർ, എല്ലാ ദിവസവും അവനുമായി കൂട്ടായ്മ ആചരിക്കുന്നവർ ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കാനിടയാകും. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഈ ലോകം മുഴുവനും പ്രചരിപ്പിക്കാനിടയാകും. യേശുക്രിസ്തു കാണിച്ചു തന്നതായ ഭക്തി ആചാരാനുഷ്ഠാനത്തോടെ കൂടിയതല്ല. കറുപ്പിട്ടാൽ ഒരു രീതിയിൽ, വെളുപ്പിട്ടാൽ മറ്റൊരു രീതിയിൽ, മഞ്ഞയിട്ടാൽ ഒരു ഭക്തി, വെള്ളയിട്ടാൽ മറ്റൊരു ഭക്തി. ഇതെല്ലാം നാം ലോകത്തിൽ കാണുന്നുണ്ട്. അവരുടെ വസ്ത്രധാരണ രീതി അനുസരിച്ച് അവർ തങ്ങളുടെ ഭക്തിയെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവരുടെ വേഷങ്ങളിൽ കൂടെ കാണിക്കാനിടയാകും. എന്നാൽ യേശുക്രിസ്തു തന്നതായ ഭക്തി എങ്ങനെയുള്ളതാകുന്നു? ഹൃദയത്തിൽ നിന്ന് വരുന്നതായ ഭക്തി. അതാണ് കർത്താവ് പറയുന്നത്, എൻ്റെ മകനേ. മകനോടാണല്ലോ, എന്നോടല്ലല്ലോ എന്നാണോ വിചാരിക്കുന്നത്? എൻ്റെ മകളേ, നിന്റെ ഹൃദയം എനിക്ക് നൽകൂ. ഹൃദയമെന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകളും, നമ്മുടെ ആലോചനകളും, നമ്മുടെ ഉദ്ദേശങ്ങളും, നമ്മുടെ പദ്ധതികളും എല്ലാം രൂപപ്പെടുന്നതായ സ്ഥലമാണത്. ഹൃദയത്തിൽ നന്നായി നീ ആലോചിക്കുകയാണെങ്കിൽ, ഹൃദയത്തിന്റെ നിരൂപണം ശരിയാണെങ്കിൽ നിന്റെ ജീവിതം മുഴുവൻ നന്നായിരിക്കും. നിന്റെ ജീവിതം നേരെയായിരിക്കും. സാധു സുന്ദർ സിംഗ് എന്ന വ്യക്തി ഒരു ദിവസം ഹിമാലയത്തിലേക്ക് ചെന്നിട്ട് അവിടെ അവിടുത്തെ വീതികളിലും മറ്റും സുവിശേഷ വേലയും ശുശ്രൂഷയും ചെയ്തു. വഴിയരികിൽ ഒരു സന്യാസി തന്റെ കൈ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിയിട്ട് തപസ് ചെയ്യുന്നതായിട്ട് കണ്ടു. ആ കൈ രക്തയോട്ടം നിലച്ചിട്ട് കരിവാളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, കൈ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെയിലത്തേക്ക് പിടിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ കൈ ചീത്തയായ കൈയാണ്.
ഞാൻ ഇതിനെ ദണ്ഡിപ്പിക്കുകയാണ് എന്ന്. അപ്പോൾ സുന്ദർ സിംഗ് ഇങ്ങനെ പറഞ്ഞു, കൈയും കാലുമല്ല ചീത്തയായിരിക്കുന്നത്, ഹൃദയമാണ് ചീത്തയായിരിക്കുന്നതെന്ന്. ഹൃദയത്തിൽ ദോഷം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ അവയവങ്ങൾ ദോഷകരമായ കാര്യം ചെയ്യുന്നത്. ഹൃദയം മാറണമെങ്കിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക. അവൻ ഹൃദയങ്ങളെ മാറ്റുന്ന ദൈവമാണ്, അവൻ ജീവിതങ്ങളെ മാറ്റുന്ന ദൈവമാണ് എന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കോപം വന്നു. യേശുവിനെ കുറിച്ച് എന്റെ അടുക്കൽ പറയരുത്, അതല്ല ഇതല്ല. പറയല്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതല്ല, അങ്ങ് എന്തുകൊണ്ടാണ് കോപിക്കുന്നത്? അവനെ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും, നിങ്ങളുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകും, നിങ്ങളുടെ പാപങ്ങൾക്ക് ക്ഷമ ലഭിക്കും. പറയല്ലെന്നല്ലേ പറഞ്ഞത്? അതല്ല സന്യാസി, അതല്ല ഞാൻ പറയുന്നത്. ഒരു കൈ മുകളിലേക്ക് പിടിച്ചേക്കുമല്ലേ, മറ്റേ കൈ കൊണ്ട് വലിച്ചൊരൊറ്റ അടി കൊടുത്തു. ആരെയാണ്? അദ്ദേഹം കവിൾ തൂത്തുകൊണ്ട്, സന്യാസി, ഈ കൈ ചീത്തയാണെന്നാണല്ലോ പറഞ്ഞത്, പിന്നെ ഈ കൈ കൊണ്ടാണല്ലോ ഇപ്പോൾ അടിച്ചത്, ഇപ്പോൾ ഈ കൈയും ചൂടാക്കുമോ? രണ്ട് കൈയും വെയിലത്ത് വെക്കുകയാണെങ്കിൽ കോപം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? കാലുകൊണ്ടടിക്കും. അപ്പോൾ കാലും വെയിലത്ത് വെക്കുക. ഒരു ദിവസം ഒരു കുഷ്ഠരോഗി, അദ്ദേഹത്തിന്റെ കാല് പകുതിയേയുള്ളൂ, കൈയാണെങ്കിൽ തോളിന്റെ താഴെ വെച്ച് മുറിച്ച് കളഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ വണ്ടിയിൽ ഇരുത്തിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിൽ അവർക്കും കുഷ്ഠരോഗമാണ്, കൈയും കാലുമൊക്കെ ശോഷിച്ചിരിക്കുന്നു. അവർ ഭർത്താവിനെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ പോകുന്നതായ സമയത്ത് ഈ മുടന്തനായ മനുഷ്യന് കോപമുണ്ടായി. ആർക്കാണ്? ഈ കുഷ്ഠരോഗിക്ക്. പാവം ഭാര്യ അയാളെ തള്ളിക്കൊണ്ട് പോകുമ്പോൾ അതിനെ സന്തോഷിക്കല്ലാതെ ഭാര്യയോട് കോപിച്ചിട്ട് എന്നൊക്കെ പറയുകയാണ്. ആ മുറിച്ചു കളഞ്ഞ കാലുകൾ രണ്ടും ഇളക്കി 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 ഭാര്യയോട് കോപിക്കുകയാണ്. ഭാര്യയെ ചീത്ത വിളിക്കുന്നു. കൈയും കാലും ശേഷിയില്ല എങ്കിലും ഹൃദയത്തിൽ കോപമുണ്ട്. ബുദ്ധിയില്ലാത്തവന്റെ ഹൃദയത്തിൽ കോപം വസിക്കുന്നു. യേശുക്രിസ്തു ഉള്ള ഹൃദയത്തിൽ കോപമില്ല. യേശുക്രിസ്തു ഉള്ള ഹൃദയത്തിൽ പാപം വസിക്കില്ല. യേശുക്രിസ്തു ഇല്ലാത്തപ്പോൾ കാമത്താലും കോപത്താലും മോഹത്താലും കൊണ്ട് മനുഷ്യന്റെ ഹൃദയം നിറയും. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? മർക്കോസിന്റെ സുവിശേഷം 7:21 അകത്തുനിന്നു മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നു തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങൾ എല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. മനുഷ്യഹൃദയത്തിൽ എന്തെങ്കിലും നല്ലതുണ്ടോ? എന്തെങ്കിലും നന്മയുണ്ടോ? ഈ ദോഷങ്ങളെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? അവരുടെ മകനുമായി കൂട്ടുപിടിച്ചാണ് എൻ്റെ മകൻ നശിച്ചു പോയെന്ന് പറയുന്നത്. അല്ലല്ല, നിങ്ങളുടെ മകനിലും ദോഷമുണ്ട്. എന്താണ്? ഈ ലോകത്തിൽ പാപമുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ പാപമുണ്ട്. ഈ പാപം ആ പാപത്തെ കാണുമ്പോൾ ട്രിങ് മടഞ്ഞു കൂടാനിടയാം. എന്താകുന്നു? അപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ദുഷ്ചിന്തകളുണ്ട്, ജഡത്തിന്റെ ചിന്തകളുണ്ട്, ലോകത്തിന്റെ ചിന്തകളുണ്ട്, ജഡപ്രവർത്തികൾ ഉണ്ട്. ആ സെൽഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത്, അശ്ലീല ചിത്രങ്ങൾ കാണുന്നതായ സമയത്ത് ഹൃദയത്തിലുള്ളതായ പാപം ടിങ് 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 എന്ന് പറഞ്ഞ് സന്തോഷിക്കും. അതുകൊണ്ട് ആ പാപത്തെ വിട്ടുകളയുവാൻ കഴിയത്തില്ല. അത് മനസ്സിലേക്ക് കയറ്റിയിട്ട് അവസാനം അതിൻ്റെ ഇരട്ടി പാപം ചെയ്യുവാൻ ഇടയാകും. മറ്റുള്ളവർ നശിച്ചു എന്ന് പറയാതെ നിങ്ങൾ നശിച്ചു എന്ന് പറയുക. നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ ശരിയാണെങ്കിൽ മഞ്ഞപ്പിത്തമുള്ളവർക്ക് എങ്ങനെയാണ് കാണുന്നത്? എല്ലാം മഞ്ഞയായിട്ട് കാണുമെന്നാണ്. ഈ ലോകത്തിൽ ചീത്തയായിപ്പോയ ആളുകൾ വിചാരിക്കും എല്ലാവരും ചീത്തയാണെന്ന്. ചില പുരുഷന്മാർക്ക് ചീത്തയായ സ്വഭാവങ്ങൾ ഉണ്ട്. ഭർത്താവ് വരുമെന്ന് പറഞ്ഞ് ഭാര്യ നല്ലവണ്ണം ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കുളിച്ച് വൃത്തിയായിട്ട് മുടിയൊക്കെ കെട്ടി തലയിൽ പൂവൊക്കെ ചൂടി വാതിൽപ്പടിയിൽ ഇരിക്കുകയാണ്. എൻ്റെ ഭർത്താവ് ഇപ്പോൾ വരും വരും എന്ന് വിചാരിച്ചുകൊണ്ട്. അവൻ വന്നിട്ട് എന്താണ് പറയുന്നത് അറിയാമോ? എന്താണ്? ആരെ നോക്കിയിരിക്കുക? എന്താണ്? നിങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്ക് വേണ്ടിയാണ്, അറിയാം. വേറെ ആരോ നോക്കിയിരിക്കുകയാണ്. ഇവൻ എവിടെയോ കറങ്ങിയിട്ടാണ് വന്നത്. ഇവൻ ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് കള്ളം പറഞ്ഞിറങ്ങി അന്യസ്ത്രീയുമായി കറങ്ങിയിട്ടാണ് വന്നത്. വീട്ടിൽ വന്നപ്പോൾ ആരുടെ മേലാണ് സംശയം? ഭാര്യ മേലാണ് സംശയം. നിന്റെ മനസ്സിൽ പാപമുള്ളതുകൊണ്ട് നീ എന്താണ് വിചാരിക്കുന്നത്? നിന്നെപ്പോലെയാണ് മറ്റുള്ളവരും എന്ന് നീ ചിന്തിക്കും.
എത്ര ദയനീയമായ കാര്യമാണ് ഇന്നുള്ളത്. അനേകം ആളുകളുടെ ജീവിതങ്ങളിൽ പാപത്തിന് ഇടം കൊടുത്തിട്ട് ആ പാപം ചെയ്യുമ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും ചെയ്യുന്നില്ലേ? ഞാൻ മാത്രമല്ലല്ലോ, അനേകം ആളുകളും ചെയ്യുന്നുണ്ട്. ഇത് തെറ്റൊന്നുമല്ല. ഞങ്ങളുടെ ഓഫീസിലും ഇങ്ങനെയുള്ളവർ ഒരുപാടുണ്ട്, ഞങ്ങളുടെ ബന്ധുക്കളിലും ഇങ്ങനെയുള്ളവർ ഉണ്ട്, ഞങ്ങളുടെ നാട്ടിൽ മദ്യപിക്കുന്നവർ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുവാനിടയാകും. എല്ലാവരും ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് തെറ്റൊരിക്കലും ശരി ആവുകയില്ല. പാപം നല്ലത് ആകില്ല. സിനിമ കാണാൻ പാടില്ല, നരകത്തിൽ പോകും മകളെ എന്ന് പ്രാർത്ഥിച്ചിട്ട് അമ്മ ആ മകളോട് പറഞ്ഞപ്പോൾ ആ മകൾ ഇപ്രകാരം പറയുകയാണ്, അമ്മയ്ക്ക് എന്താണ് അറിയാവുന്നത്? അമ്മ സിനിമ തിയേറ്ററിൽ വന്നിട്ടില്ലല്ലോ. ഒരു ദിവസം വന്ന് നോക്ക്, എത്ര ആളുകൾ അവിടെ ഉണ്ടെന്നറിയാം. എത്രയോ ആളുകൾ അവിടെ ഉണ്ടെന്നറിയാമോ? അവരെല്ലാവരും നരകത്തിൽ പോവുകയാണെങ്കിൽ അവരോടൊപ്പം ഞാനും പോയേക്കാം നരകത്തിലെന്ന്. എന്താണ് പറഞ്ഞത്? അവരെല്ലാവരും നരകത്തിൽ പോവുകയാണെങ്കിൽ എനിക്കിവിടെ നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അവരോടൊപ്പം ചേർന്ന് ഞാൻ അവിടെ ആയിരിക്കാം. അതുകൊണ്ട് അമ്മ സങ്കടപ്പെടേണ്ട കാര്യമില്ലെന്ന്. ആ വഴി വിസ്താരമാകുന്നു, അതിൽ കൂടി കടക്കുന്നവർ അനേകരാണ്. നരകത്തിൽ പോകാൻ ആർക്കെങ്കിലും ഇഷ്ടമാണോ? ഒരു തവണ നരകത്തിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ പോയതൊക്കെ ശരിയാണ്, എന്നാൽ ബാക്കിയുള്ള ആളുകളെ, നരകത്തിൽ പോകാനിരിക്കുന്ന ആളുകളെ കണ്ടിട്ട് പറയും, അയ്യോ നിങ്ങൾ അവിടെ പോകരുതേ, നിങ്ങൾ ചത്തുപോകും. അയ്യോ അവിടെ നരകമാണ്, അങ്ങോട്ട് പോകരുതേ, അവിടെ തീയാണ്, അവിടെ പുഴുവാണ്, അവിടെ അഗ്നിയാണ്, നിങ്ങൾ മരിച്ചു പോവും, അവിടെ യാതന അനുഭവിക്കുമെന്ന് നിങ്ങളുടെ ഹൃദയം തകർന്ന് പറയുകയില്ലേ? നിന്റെ കൈ പൊള്ളിയിരിക്കുമ്പോൾ തീയിൽ വിരൽ വെക്കുന്ന ആളുകളെ കണ്ടിട്ട് നീ എന്താണ് പറയുന്നത്? അരുത് 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 അരുത്, നിന്റെ കൈ കത്തും, നിന്റെ കൈ പൊള്ളിപ്പോകും, അത് കഴിഞ്ഞത് സെപ്റ്റിക് ആകും. ഇന്നുള്ള അനേകം ആളുകൾക്കും നരകം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നമ്മുടെ ദേശത്ത് പറയാറുണ്ട്, നരകമെന്നാൽ 3 മാസം ദണ്ഡിപ്പിച്ച് 3 മാസം പീഡ നൽകി അതിനുശേഷം മോക്ഷം കൊടുക്കുമെന്നാണ്. ബൈബിളിൽ അങ്ങനെയില്ല. ഒരിക്കൽ മരണവും അതിനുശേഷം ന്യായവിധിയും. ഈ ലോകത്തിൽ നീ എങ്ങനെയാണോ ജീവിച്ചത്, നിന്റെ ശരീരത്തെ എങ്ങനെയാണോ കാത്തു സൂക്ഷിച്ചത്, യേശുക്രിസ്തുവിന്റെ രക്തം തന്ന് നൽകിയതായ പാപക്ഷമ നീ പ്രാപിച്ചോ ഇല്ലയോ? നിന്റെ സ്ഥാനത്ത് നിനക്കായി മരിച്ച കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചുവോ ഇല്ലയോ? അവൻ രക്ഷ നമുക്ക് സൗജന്യമായാണ് നൽകുന്നത്, ഫ്രീ. രക്ഷയ്ക്ക് പണം മുടക്കേണ്ടിയിരുന്നുവെങ്കിൽ ധനവാന്മാരെല്ലാം സ്വർഗത്തിൽ പോകാനിടയാകും, പണമുള്ളവരെല്ലാം സ്വർഗത്തിൽ ഇരിക്കാനിടയാകും. ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല, അതുകൊണ്ട് പ്രയോജനമില്ല. കർത്താവ് നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിനു വേണ്ടി, നമ്മുടെ പാപത്തെയും ശാപത്തെയും വഹിച്ചുകൊണ്ട്, പിശാചിനെ ജയിച്ചുകൊണ്ട് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഈ ദിവസം നീ അവനിൽ വിശ്വാസം അർപ്പിച്ചാൽ ആ രക്ഷ നിനക്ക് സൗജന്യമായി ലഭിക്കും. അത് സൗജന്യമാണ്. എന്നാൽ അത് നിനക്ക് ലഭിക്കേണ്ടതിനായിട്ട് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരേണ്ടി വന്നു. സകല ശിക്ഷയും ഏറ്റുവാങ്ങി അവന്റെ അടിപ്പിണരുകളാല് നമുക്ക് സൗഖ്യം ലഭിക്കേണ്ടതിന് അവൻ യാഗമായി തീർന്നു, തന്റെ രക്തം ഒഴുക്കിക്കൊണ്ട്. പൊന്നുകൊണ്ടും വെള്ളിയും കൊണ്ടുമല്ലാതെ വിലയേറിയ രക്തം കൊണ്ട് കർത്താവ് നമ്മെ രക്ഷിക്കാനിടയായി. ഈ രക്ഷ നാം തള്ളിക്കളയുകയാണെങ്കിൽ, ഈ രക്ഷ നാം ഉപേക്ഷിക്കുകയാണെങ്കിൽ, നാളെ നീ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരുമ്പോൾ നീ ശരീരത്തിൽ ഇരുന്നപ്പോൾ ചെയ്തതായ സകല പ്രവർത്തികൾക്കും നീ കർത്താവിനോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നീ ചെയ്തതായ തെറ്റായ പ്രവർത്തികളെല്ലാം ഒരു മനുഷ്യൻ തന്നെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് കാണിക്കുവാൻ കഴിയുമെങ്കിൽ നിന്നെയും എന്നെയും സൃഷ്ടിച്ചതായ, ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് നമ്മുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയില്ലേ? മനസ്സിലാക്കും. അവന്റെ കയ്യിൽ പുസ്തകങ്ങൾ ഉണ്ട്, നോട്ട് ബുക്കുകൾ ഉണ്ട്. ഞാൻ നേരത്തെ വിചാരിക്കുമായിരുന്നു, കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഒരു മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് എഴുതണമെങ്കിൽ എത്രയോ പുസ്തകങ്ങൾ ആവശ്യമുണ്ട്. 1000കണക്കിന് പുസ്തകങ്ങൾ ആവശ്യമാകും. ഒരാളുടെ ജീവിതം എഴുതാൻ വേണ്ടി ഇത്രമാത്രം പുസ്തകങ്ങൾ ആവശ്യമാകും. നീ 60 വർഷം ജീവിച്ച നിന്റെ ജീവിതകാലം മുഴുവനും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ അതിന് 1000കണക്കിന് പേജുള്ള പുസ്തകങ്ങൾ വേണം. ഇത്രയധികം പുസ്തകങ്ങൾ എവിടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴെന്താണെന്ന് അറിയാമോ? നോട്ട് ബുക്ക് കമ്പ്യൂട്ടർ വന്നിരിക്കുന്നു. എങ്ങനെയുള്ള കമ്പ്യൂട്ടറാണ്? അതങ്ങനെ തുറന്നു വെച്ചിട്ട് ടിക്കറ്റ് അടിച്ചാൽ എത്ര പേരുടെ ജീവചരിത്രം അതിലുണ്ട്? മനുഷ്യന്റെ സകല ചരിത്രവും ദൈവം സ്വർഗത്തിലെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു പറയുമ്പോൾ അത് കളവാണോ? അവനൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും വീഡിയോ, ഓഡിയോ ഉൾപ്പെടെ വരാനിടയാകും. എങ്ങനെയാണ് വരുന്നത്? വീഡിയോ ഉൾപ്പെടെയാണ് വരുന്നത്. നാളെ ഒരു ദിവസം സ്വർഗത്തിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നാളെ മരിച്ചതിന് ശേഷം ഈ ദേഹത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതായ സകല വിഷയങ്ങൾക്കും അനുസരിച്ച്, അത് നല്ലതാണെങ്കിലും ശരി, ദോഷമാണെങ്കിലും ശരി, ദൈവത്തിനെ കണക്ക് ബോധിപ്പിക്കണം.
ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവീൻ. എഴുന്നേറ്റ് നിൽക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. വായി തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ തെറ്റുകൾ എന്താണോ ഏറ്റുപറയുക. എല്ലാ തെറ്റുകളും നിങ്ങൾ ചെയ്തിട്ടില്ലായിരിക്കാം. ഒരു തെറ്റെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവന്റെ രാജ്യത്ത് പോകാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അവന്റെ ഹിതം നാം ചെയ്യണം. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപത്തിൽ നിന്നും, എല്ലാ വിഷയങ്ങളിൽ നിന്നും, എല്ലാ തെറ്റുകളിൽ നിന്നും നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്നോട് ദൈവം ദീർഘക്ഷമ കാണിക്കുകയാണ്. നീ എന്തു ചെയ്താലും മൗനമായിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവമില്ല എന്ന് വിചാരിക്കുന്നുവോ? ദൈവം അകന്നുപോയി എന്ന് വിചാരിക്കുന്നുവോ? നിന്റെ തെറ്റിന് ശിക്ഷ വരാതിരിക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് നീ ഉപേക്ഷയോടെ വിചാരിക്കുകയാണോ? ഭയം വിട്ടിട്ട് പാപം ചെയ്യുകയാണോ? ഈ ദിവസം പശ്ചാത്തപിക്കുക. ഇത് നിന്റെ ജീവിതത്തിൽ നല്ല ഒരു അവസരമാണ്. ഇന്നു മുതൽ ഞാൻ യേശുവിന്റെ മകനായി ജീവിക്കും, കാപട്യമില്ലാത്തവനായി ജീവിക്കും, യേശുവിന്റെ സ്നേഹമുള്ളവനായി ജീവിക്കും, വിശുദ്ധനായിട്ട് ഞാൻ ജീവിക്കും എന്ന് കർത്താവിന്റെ സാക്ഷിയായി സത്യസന്ധതയോടെ ഞാൻ ജീവിക്കും എന്ന ദൈവത്തോടൊരു തീരുമാനം എടുത്തുകൊള്ളുക. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മുൻപിൽ കടന്നു വന്നിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരും നീ നോക്കണമേ. നിനക്കിഷ്ടമുള്ളവരായി ഞങ്ങളെ മാറ്റണമേ. വിശ്വസിച്ചു സ്നാനമേറ്റു എന്ന് പറയുന്നതായ ഞങ്ങൾ വിശ്വസ്തരായ സാക്ഷികളായി ജീവിക്കുന്നതിനായി ദൈവഭയത്തോടുകൂടി ഞങ്ങളുടെ രക്ഷ മുൻപോട്ട് കൊണ്ടുപോകുവാൻ നിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് നിന്റെ രാജ്യത്തിന് അവകാശികളായി മാറ്റാൻ ഞങ്ങളെ സഹായിക്കണമേ. അതേ കർത്താവെ, ഞങ്ങളുടെ പാപത്താൽ ഞങ്ങളുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. രോഗങ്ങൾ വരുത്തി വച്ചിരിക്കുന്നു, പ്രശ്നങ്ങൾ വരുത്തി വച്ചിരിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ ദൈവമേ. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ സങ്കടങ്ങൾ മാറ്റിയിട്ട് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഞങ്ങളിലെ ശാപമെല്ലാം മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം കാണുവാൻ സഹായിക്കണമേ. സങ്കടവും ദുഃഖവും വേദനയും എല്ലാം സമാധാനമായി നീ മാറ്റണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.